ഡിയേഴ്സ്, വെൽക്കം ടു റേസ്. അപ്പൊ മക്കളെ, നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ഓണ അവധിക്ക് ശേഷം എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ നടക്കാൻ പോകുന്നത് അല്ലെ. നമുക്ക് കലോത്സവം ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് എന്താണ് ഈ ഒരു സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ എന്താണ് ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാനും ഫോമുകളൊക്കെ അപേക്ഷകളൊക്കെ കൊടുക്കാനുള്ള തീയതികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിദ്യാരംഗത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് സ്കൂളിൽ നടക്കുന്നത്. അതിലൊന്ന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് എന്താണ് സെപ്റ്റംബർ 5-നാണ്. കുട്ടികളുടെ സാഹിത്യ സെമിനാർ ജില്ലാതലം നടക്കുന്നത് സെപ്റ്റംബർ 9-നാണ്. വിദ്യാരംഗം ഉപജില്ലാ തല സർഗോത്സവം നടക്കുന്നത് സെപ്റ്റംബർ 20-നാണ്. വിദ്യാരംഗം സംസ്ഥാന സെമിനാർ നടക്കുന്നത് സെപ്റ്റംബർ 26, 27 തീയതികളിലാണ്. പിന്നെ നമ്മുടെ സ്കൂൾ കലോത്സവം, സെമിനാർ, അതുപോലെ തന്നെ ഫെയർ കാര്യങ്ങളൊക്കെ എന്നൊക്കെയാണെന്നുള്ളത് നോക്കാം. കേരള സ്കൂൾ കലോത്സവം അല്ലെ സ്കൂൾ തലത്തിലാണ്. അത് സ്കൂൾ തലാണ്, അതൊരു ഡേറ്റ് പ്രഖ്യാപിക്കും, അതും സെപ്റ്റംബറിൽ തന്നെയാണ്. സ്കൂൾ പെർഫോമൻസ് അവാർഡ് അത് സംസ്ഥാന തലമാണ്, അത് തീയതി അറിയിക്കും അല്ലെ, നമുക്ക് മുൻകൂട്ടി എന്താണ് തീരുമാനിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ TTI, PPTTI അതുപോലെ തന്നെ അതൊക്കെ സംസ്ഥാനമാണ്. അധ്യാപക അവാർഡ് വിതരണം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സയൻസ് സെമിനാർ, പിന്നെ അതുപോലെ തന്നെ എന്താണ് സയൻസ് ഡ്രാമ കോമ്പറ്റീഷൻ, ടാലന്റ് സെർച്ച് സയൻസ്, അതുപോലെ തന്നെ CV രാമൻ ഉപന്യാസ രചനാ മത്സരം, ഭാസ്കരാചാര്യ സെമിനാർ, ശ്രീനിവാസ രാമാനുജൻ പേപ്പർ പ്രസന്റേഷൻ, മാത്സ് ടാലന്റ് സെർച്ച്, പിന്നെ അതുപോലെ തന്നെ വാർത്താ വായനാ മത്സരം, ടാലന്റ് സെർച്ച്, സോഷ്യൽ സയൻസ്, ഇങ്ങനത്തെ എല്ലാ പരിപാടികളും നമുക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലായിരിക്കും നടക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ലഹരി വിരുദ്ധ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും എന്താണ് പ്രോഗ്രാംസുകൾ പരിപാടികളൊക്കെ ഉള്ള ഒരു മാസമാണ് നമ്മുടെ സെപ്റ്റംബർ മാസം. അതിൽ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പ്രമേയം ഉൾപ്പെടുത്തി വിവിധ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ഏത് 1 മുതൽ 3 വരെ, അതൊക്കെ കഴിഞ്ഞു അല്ലെ. നമുക്ക് 8-ന് ശേഷമുള്ളത് നോക്കിയാൽ മതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ പ്രാഥമിക കൗൺസിൽമാർ ആക്കുന്നതിനുള്ള പദ്ധതി നടക്കുന്നത് 1 മുതൽ 31 വരെയാണ്. മുദ്രാവാക്യ ചുവരുകൾ നടത്തുന്നത് സെപ്റ്റംബർ 8-നായിരിക്കും. സൗഹൃദ മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലനം 12 വരെയാണ്. ആന്റി ഡ്രഗ് പാർലമെന്റ് നടക്കുന്നത് 15-നാണ്. ഗാന്ധി ദർശൻ പദ്ധതിയുടെ തുടക്കം, ഗാന്ധിയൻ ജീവിതശൈലിയും ലഹരി മുക്ത ലോകവും മക്കളോടൊപ്പം രക്ഷിതാക്കൾക്കുള്ള 2ാം ഘട്ട ബോധവൽക്കരണം നടക്കുന്നതും 24 മുതൽ 30 വരെ ആയിരിക്കും. ലഹരി ഒഴിവാക്കൂ, ആരോഗ്യത്തെ രക്ഷിക്കൂ എന്ന ആശയം ഉൾക്കൊള്ളുന്ന പരിപാടി, ആരോഗ്യ പരിശോധന ക്യാമ്പുകളൊക്കെ 29-നാണ്. അപ്പൊ എന്താണ് നമ്മുടെ മുദ്രാവാക്യം? എന്താണ്? ലഹരി ഒഴിവാക്കൂ, ആരോഗ്യത്തെ സംരക്ഷിക്കൂ. ഇനി നോക്കാൻ പോകുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, KETനെ കുറിച്ചിട്ടാണ്. ലിറ്റിൽ കൈറ്റ്സ് എന്താണ് സ്കൂൾ തല പരിശീലനം 8ാം ക്ലാസ്സിന് നടക്കുന്നത് സെപ്റ്റംബർ 2-നാണ്. അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് സ്കൂൾ തല പരിശീലനം ക്ലാസ് 9-നുള്ളത് 4 to 25 തീയതികളിലാണ്. പിന്നെ അതുപോലെ തന്നെ ജില്ലാതല IT ക്വിസ് നടക്കുന്നത് സെപ്റ്റംബർ 20-ന്. ഫ്രീ സോഫ്റ്റ്വെയർ ദിനാചരണം സെപ്റ്റംബർ 4-ാം വാരത്തിലാണ്, അത് നമ്മുടെ 4ാമത്തെ ആഴ്ചയായിരിക്കും നടക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സ് അസൈൻമെന്റ് സമർപ്പണം ക്ലാസ് 10ന് വരുന്നത് സെപ്റ്റംബർ 25-നാണ്. പിന്നെ സംസ്കൃത വിഭാഗത്തിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃത ദിനാഘോഷം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജില്ലാതലം 2ാം പാദവാർഷിക സംസ്കൃത അക്കാദമിക് സംഗമം, അധ്യാപക ശാക്തീകരണം, ഇതൊക്കെ നടക്കുന്നത് സെപ്റ്റംബർ 23 മുതൽ 31 വരെ ആയിരിക്കും. പിന്നെ ഉറുദു സെക്ഷനിലാണെങ്കിൽ എന്താണ് അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് മീറ്റ് നടക്കുന്നത് സംസ്ഥാന തലം അഥവാ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് സെപ്റ്റംബർ 2-നാണ്. 2ാം പാദവാർഷിക ഉറുദു അക്കാദമിക് കോംപ്ലക്സ് അധ്യാപക ശാക്തീകരണം സെപ്റ്റംബർ 22 മുതൽ 31 വരെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ അറബിക് വിഭാഗത്തിൻ്റെത് പറയുകയാണെങ്കിൽ അറബിക് അധ്യാപക സംഗമവും സാഹിത്യ മത്സരങ്ങളും നടക്കുന്നത് സെപ്റ്റംബർ 12-നായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള പരീക്ഷാ ആനുകൂല്യം അല്ലെ. അവര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ. അത് ഒന്നാമത് മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയും സർട്ടിഫിക്കറ്റ് നൽകലും അവസാന തീയതി 10ാം ക്ലാസ്സിനുള്ളത് എന്നാണ് സെപ്റ്റംബർ 10-നാണ്. അതിനു മുന്നേ കൊടുത്തോളണം. പിന്നെ അതുപോലെ തന്നെ പരീക്ഷാ ആനുകൂല്യം ആവശ്യമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അപേക്ഷ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്കൂളുകളിൽ സ്വീകരിക്കേണ്ട അവസാന തീയതി അഥവാ പഠന വൈകല്യം ഉൾപ്പെടെ എല്ലാം അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 30-നായിരിക്കും. അപ്പൊ അതിനു മുമ്പേ സമർപ്പിക്കാനുള്ളത് സമർപ്പിക്കുക. പിന്നെ സ്കൗട്ട് ഗൈഡ്സിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക സമാധാന ദിനം യൂണിറ്റ് തലം അവർ നടത്തുന്നത് 17-നായിരിക്കും. സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന അസോസിയേഷൻ
അസോസിയേഷൻ കൗൺസിൽ യോഗം ചേരേണ്ട അവസാന തീയതി 30-നാണ്, സെപ്റ്റംബർ 30-നാണ്. ജില്ലാതല ക്ലബ്ബ് അതുപോലെ തന്നെ ബുൾബുൾ ഗോൾഡൻ ആരോ പുരസ്കാര അപേക്ഷ സംസ്ഥാന കാര്യാലയത്തിൽ എത്തിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30-നാണ്. ലോക്കൽ ലെവൽ ദ്വിതീയ സോപാൻ ടെസ്റ്റ് നടത്തേണ്ട അവസാന തീയതിയും സെപ്റ്റംബർ 30-നാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഭിന്നശേഷിക്കാരതും അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെതും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ പരിപാടികളാണെന്ന് ചോദിച്ചാൽ ടാലന്റ് ലാബ് അഥവാ നവസാങ്കേതിക വിദ്യ കോഴ്സ് ഉദ്ഘാടനമുണ്ട്. അതുപോലെ തന്നെ സ്പീക്ക് ഇംഗ്ലീഷ് ഉള്ളടക്ക പ്രകാശനം, ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണ ശില്പശാല ഇതൊക്കെ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ അധ്യാപക ദിനാഘോഷം നടക്കുന്നത് സെപ്റ്റംബർ 5-നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിമാറ്റ് കേരള, അത് SPC നിലവിലുള്ള സ്കൂൾ മേധാവികൾക്കായിട്ടുള്ള പരിശീലനം ഈ സെപ്റ്റംബറിലായിരിക്കും. പുതുതായി നിയമിതരായ അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ചിട്ടില്ലാത്ത ഹൈസ്കൂൾ മേധാവികൾക്കുള്ള അഡ്വാൻസ് ലെവൽ പരിശീലനവും സെപ്റ്റംബറിലായിരിക്കും നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ക്ലാസ്സുകൾ നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസിനായിട്ട് പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മൾ പുതിയ പുതിയ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നേറി പോവുകയാണ്. അപ്പോൾ നിങ്ങളും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ പുതിയ കമൻസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.